അയ്യോ! തല തിരിഞ്ഞു പോയി ഗൈസ്. നോക്കാതെ ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചു പോയി. അങ്ങനെ ബുക്സൊക്കെ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ICSE സിലബസാണ്, 3rd സ്റ്റാൻഡേർഡിലേക്കാണ്. ഇനി നമുക്ക് ബുക്സ് ഒന്ന് കവർ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അവസാനം വരെ ബുക്സ് കവർ ചെയ്യാതെ വെച്ച് സ്കൂൾ തുറക്കുന്ന സമയത്ത് ആകെ നമുക്കൊരു ഓട്ടപ്രദർശനം. അത് മാത്രമല്ല, ഒരുമിച്ച് ഇത്രയധികം ബുക്സ് നമ്മൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ഹെക്റ്റിക് വർക്കാണ്, മടുക്കും ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ തുടങ്ങിയാലോ? അങ്ങനെ മടി പിടിച്ചിരിക്കുന്നവരൊക്കെ എൻ്റെ കൂടെ കൂടിക്കോ. നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ബുക്സ് കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ദിവസം ഒരു 1 2 വെച്ചിട്ട് ബുക്സ് കവർ ചെയ്താൽ നമുക്കതൊരു എൻജോയ് ചെയ്യുന്ന പ്രോസസ്സും ആക്കുകയും ചെയ്യാം. പിന്നെ അവസാനമാകുമ്പോൾ ആ ഒരു ഓട്ടപ്രദർശനം വേണ്ടതാനും. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട്, എല്ലാവരും ഒന്നും പെർഫെക്റ്റായിട്ടൊന്നും അല്ല ബുക്സ് കവർ ചെയ്യുക, പ്രത്യേകിച്ച് അവസാന സമയത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വൃത്തിയിൽ എങ്ങനെ കവർ ചെയ്യാൻ നോക്കാം. അതിന് ഇതുപോലെ ബുക്കിൻ്റെ ഏത് ബുക്കാണോ കവർ ചെയ്യുന്നത് അതിൻ്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട്, അതായത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വല്ലാതെ കൂടുതൽ നിൽക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കരുത്. ഫസ്റ്റ് തന്നെ അവിടെയാണ് നമുക്ക് തെറ്റുക. നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ബുക്ക് വെച്ച് ഒരു കറക്റ്റ് ഒരു അളവില്ലാതെ വെട്ടി ഒരു വലിയ കവർ അങ്ങോട്ട് എടുത്ത് കവർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കവർ ചെയ്ത് വരുമ്പോഴും അതൊരു വൃത്തികേടായിരിക്കും. അപ്പോൾ ഇതേപോലെ കണ്ടോ, ഇത്രയൊക്കെ മതി. സൈഡിലേക്ക് കൂടുതൽ നമ്മൾ മടക്കി വെക്കേണ്ട ഭാഗമല്ലേ, അതധികം വേണ്ട. അത് കൂടുന്തോറും കുട്ടികൾക്ക് ബുക്ക് മടക്കി വെച്ചതും അതിലെന്തെങ്കിലും ചെയ്യുമ്പോൾ എഴുതുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇതേപോലെ കറക്റ്റ് ഭാഗത്തിന് ആദ്യം തന്നെ കവർ ചെയ്യാനുള്ള ഷീറ്റ് നമ്മൾ വെട്ടിയെടുത്തു. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്, അതിൻ്റെ അളവ് കറക്റ്റാണോ എന്ന് നോക്കി 2 സൈഡിലേക്കും ഒരേ രീതിയിൽ സ്പേസ് കൊടുത്താൽ മതി. ഫസ്റ്റ് നമ്മുടെ ചട്ടയുടെ ഏറ്റവും ഫ്രണ്ട് ചട്ടിയും ബാക്ക് ചട്ടിയും കഴിഞ്ഞിട്ടുള്ള സ്പേസില്ലേ, ആ സ്പേസ് കറക്റ്റായിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കുക. ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ നല്ല നെഗൊക്കെ ഉള്ളപ്പോൾ, എനിക്ക് നല്ല നെഗ ഉണ്ട്, അതുകൊണ്ട് അതൊരു ഉപയോഗമായി. ആ നെഗ ഉണ്ടെങ്കിൽ അത് വെച്ച് നല്ല ടൈറ്റാക്കി നമുക്കിങ്ങനെ അമർത്തി ആ സൈഡ് ഭാഗം നല്ല വൃത്തിയിൽ നീറ്റാക്കി നിർത്താം. അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൈ വെച്ച് അമർത്തിയാലും നല്ല നീറ്റായിട്ട് കിട്ടും. അതിനുശേഷം അത് അങ്ങനെ അമർത്തിയതിന് ശേഷം സ്റ്റാപ്ലർ ചെയ്ത് വെക്കണം. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം, പെർഫെക്റ്റായിട്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം സ്റ്റാപ്ലർ ചെയ്തിട്ട് നമ്മൾ ബുക്ക് തിരിച്ച് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ ഈ ഭാഗവും അതുപോലെ തന്നെ കറക്റ്റായിട്ട് മടക്കണം. അങ്ങോട്ടും പുറത്തേക്ക് കുറച്ച് നിൽക്കുന്ന പോലെ ഒന്നും മടക്കാതെ കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് മടക്കിയതിന് ശേഷം ഇവിടെയും നമ്മൾ സ്റ്റാപ്ലർ അടിച്ചു കൊടുക്കുക. സ്റ്റാപ്ലർ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് നഖം ഉണ്ടെങ്കിൽ അത് ഈ നഖത്തുകൊണ്ട് ഇങ്ങനെ അമർത്തി വൃത്തിയാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ട് അമർത്തി കൊടുക്കും. അപ്പോൾ അത്രത്തോളം കഴിഞ്ഞുല്ലോ. ഇനി അതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് മറ്റ് 2 സൈഡ്സാണ്. അപ്പോൾ ഇതുപോലെ ചെയ്ത പോലെയല്ല, ഇനി വരുന്ന ഭാഗമാണ് ബുക്കിൻ്റെ നീറ്റ്നെസ് ശരിക്കും തീരുമാനിക്കുന്നത്. ഇത്രയും ചെയ്തത് കുറച്ച് എളുപ്പത്തിൽ നമ്മൾ ചെയ്തു. ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ കട്ടിങ് വരുന്ന ഭാഗം, അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന കുറച്ച് കയറിപ്പോയാലോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോയാലോ ആ ബുക്ക് അത്രയും നീറ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ അതിന് നമ്മൾ ഈ സൈഡ് കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാം. അതായത് 2 സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ മടക്കി വെച്ചിട്ട് വേണം ഉള്ളിലേക്ക് അത് കട്ട് ചെയ്ത് കളയാൻ. ബാക്കിയുള്ളത് കണ്ടില്ലേ, കട്ട് ചെയ്തു. അങ്ങനെ അവിടെ കട്ട് ചെയ്യുമ്പോൾ ആ ബുക്കുമ്പോൾ മുട്ടുന്ന രീതിയിൽ കറക്റ്റ് കട്ടിങ് നിർത്തുക. എന്നിട്ട് മറ്റ് ആ ഒരു മടക്കി വെക്കേണ്ട ഭാഗം ഉള്ളിലേക്ക് മടക്കി വെച്ചു. മടക്കി വെക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ഭാഗം അങ്ങനെ നിൽക്കും. അത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കളയ ചെയ്യാം. അത് കട്ട് ചെയ്ത് കളയുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് കൂടുതലായിട്ട് മടക്കി വെക്കാൻ സൗകര്യമായതുപോലെ തോന്നും. അങ്ങനെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് ഇതുപോലെ ഉള്ളിലത്തെ ഭാഗവും മടക്കുക. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരിക. അത് മടക്കി അവിടെയും സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക. സെയിം പ്രോസസ്സ് തന്നെ ഇതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് തിരിച്ച് ബാക്കിലും ചെയ്യാം. അപ്പോഴും ഇവിടെയും ആ എക്സ്ട്രാ പീസ് വെട്ടിക്കളയേണ്ട ഭാഗം വരും. അത് ശ്രദ്ധിച്ച് ആ ഒരു ട്രയാങ്കിൾ പോലെ വെട്ടിക്കളയുന്ന ഭാഗം കറക്റ്റായിട്ട് വെട്ടിക്കളയുക. അതിനുശേഷം വീണ്ടും അത് മടക്കി നഖത്തോണ്ടോ എന്തെങ്കിലും ജാമാക്കി നല്ല ഇതാക്കി വെച്ചിട്ട് വീണ്ടും അവിടെയും സ്റ്റാപ്ലർ അടിക്കുക, മടക്കുക. ഇതും നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സൈഡ് നോക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഭാഗമൊക്കെ എക്സ്ട്രാ നിൽക്കുന്നുണ്ടാവും. നമ്മൾ ഈ വെട്ടിയിട്ട് മടക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വീണ്ടും കണ്ട ഈ സൈഡിൽ ഉള്ള ഈ ഭാഗത്തൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതും വെട്ടി നീറ്റായി കൊടുക്കുക. അപ്പം ബുക്ക് നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ ആ ബുക്കിൻ്റെ ആ പേജസിൻ്റെ വൈറ്റ് കളർ അല്ലാണ്ട് പിന്നെ കവർ ചെയ്തതിൻ്റെ ഭാഗങ്ങളൊന്നും കാണാൻ പാടില്ല. നമ്മൾ നേരത്തെ എങ്ങനെ തന്നെ ചെയ്തോ അത് തന്നെ വീണ്ടും ഇവിടെ ചെയ്യാം.
സൈഡ് വെട്ടിക്കളഞ്ഞ് വീണ്ടും മറ്റ് എല്ലാ ഭാഗങ്ങളും അതുപോലെ തന്നെ ആക്കിയെടുത്താൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ബുക്ക് റെഡി. കണ്ടോ, നല്ല പെർഫെക്റ്റായിട്ട് തെറ്റിപ്പോയി, തലതിരിഞ്ഞു പോയി, നല്ല പെർഫെക്റ്റായിട്ട് തലതിരിഞ്ഞു പോയിട്ടുണ്ട്. സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അപ്പോൾ ബുക്ക് തുറന്നു നോക്കിയിട്ട് വേണം സ്റ്റിക്കർ ഒട്ടിക്കാൻ, അല്ലെങ്കിൽ ഇതുപോലെയാവും. പെർഫെക്റ്റ് ബുക്കൊക്കെ ആവും, പക്ഷെ തല തിരിഞ്ഞ ഒരു പെർഫെക്റ്റ് ബുക്കായിരിക്കും.